ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളിലൊന്നായ അവിയൽ തയ്യാറാക്കിയാലോ? അവിയൽ തന്നെ പലയിടങ്ങളിൽ പല രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കൊരു വടക്കൻ സ്റ്റൈൽ അവിയൽ തയ്യാറാക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. പയർ, മുരിങ്ങയ്ക്ക, പടവലം, ചേന, പച്ചക്കായ, ക്യാരറ്റ്, കോവയ്ക്ക, പാവയ്ക്ക, ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം കുഴഞ്ഞു പോകാത്ത ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കൂടാതെ അരമുറി നാളികേരം, 3 പച്ചമുളക്, 8 ചെറിയ ഉള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, 1 കപ്പ് തൈര്, ജീരകം ഇവ കൂടി ആവശ്യമാണ്. ഇനി പച്ചക്കറികളെല്ലാം ഏതാണ്ട് ഒരേ വലിപ്പത്തിലും നീളത്തിലും കട്ട് ചെയ്തെടുക്കണം. ഇത് ഒരടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും, 1/2 ടീസ്പൂൺ മഞ്ഞളും, 1 ടീസ്പൂൺ ഉപ്പും, 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ച് വേവിക്കാൻ വെക്കണം. ഈ സമയത്ത് ഒരു മിക്സി ജാറിൽ നാളികേരവും നേരത്തെ എടുത്തു വെച്ച പച്ചമുളകിൽ നിന്ന് ബാക്കിയുള്ള 1 പച്ചമുളകും, ചെറിയുള്ളിയും, വെളുത്തുള്ളിയും, ചെറിയ ജീരകവും, 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതൊരിക്കലും നന്നായി അരക്കരുത്, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിനിടയിൽ ഇടയ്ക്ക് തുറന്ന് നോക്കി പച്ചക്കറികളുടെ വേവായോ എന്ന് നോക്കണം. പച്ചക്കറികൾ ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. അതിലെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിലായാൽ മാത്രം മതി. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരക്കൂട്ട് ചേർക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കണം. നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറി വെന്ത് വരുന്നത് വരെ തവി കൊണ്ട് പതുക്കെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് തൈര് ചേർക്കാം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാവുന്നതാണ്. അതും നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം. നമ്മൾ നേരത്തെ പച്ചക്കറി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്, എങ്കിലും ആവശ്യമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തൂവണം. കൂടെ കറിവേപ്പിലയും ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം 5 മിനിറ്റ് അടച്ചു വെക്കുക. അങ്ങനെ എളുപ്പത്തിൽ അവിയൽ തയ്യാറാക്കിയെടുക്കാം. ഒരുവിധം എല്ലാ പച്ചക്കറികളും ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. അതുപോലെ കലോറി വളരെ കുറഞ്ഞതിനാൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇതൊരു ഹെൽത്തി ഡിഷാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഈ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാത്രമല്ല, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.